എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള എക്കണോമി ആൻഡ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ ഞാൻ ഈ ഒരു ചാപ്റ്റർ ഫുൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു 4-5 വീഡിയോ ആയിട്ട് ഓരോ ടോപ്പിക്സ് എടുത്ത് ടോപ്പിക്സിന് മാത്രം ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി അത് കാണുന്ന സമയത്ത് അത് എന്താ പറയുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ ടോപ്പിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രമായിരിക്കും ആവശ്യമില്ല. അതായത് IFC വേണ്ട, അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ കോഡ് വരുന്ന സമയത്ത് അത് മാത്രമായിരിക്കും ചിലർക്ക് ആവശ്യമായിട്ടുള്ളത്. ചിലപ്പോൾ MPC വരുന്ന സമയത്ത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് ചിലർക്ക് അത് മാത്രമായിരിക്കും ആവശ്യം വരിക. സോ ഞാൻ വളരെ ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ട് ടോപ്പിക്സിനെ വെച്ചുകൊണ്ട് ആ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ചാപ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എക്കണോമി ആൻഡ് എക്കണോമിക്സിലേക്ക് പോകും. അതിനും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പം എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ നമ്മൾ എക്കണോമിക്സ് പഠിക്കേണ്ട. അതായത് ഹിസ്റ്ററിക്കകത്ത് നമുക്ക് കുറേയധികം വർഷങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ഒന്നും നമുക്ക് എക്കണോമിക്സിനകത്ത് പഠിക്കേണ്ട. എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി വളരെ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ കറണ്ട് അഫെയർസ് വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ അതുമായിട്ട് നമുക്കതിനെ എത്രമാത്രം ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നോക്കി പഠിക്കുക. നമ്മളെപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയാണ്. കറണ്ട് അഫെയർസിനകത്തൊരു കാര്യം കാണുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയണേ, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതിനുവേണ്ടിയാണ് പിന്നെ സ്റ്റാറ്റിക് ആയിട്ട് ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും UPSC ചോദിക്കാറുണ്ട്. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് ഫസ്റ്റിലെ കവർ ചെയ്ത് പോകുന്നത്. സോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ എക്കണോമി ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം. ഞാൻ മാക്സിമം വീഡിയോസ് ഒരു 10 മിനിറ്റ്സ് കുറച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കുറേ അധികം കണ്ടൻറ്റിലേക്കൊന്നും പോകുന്നില്ല. 1-2 ടോപ്പിക്സ് എടുത്ത് ആ ടോപ്പിക്സിനെ വെച്ച് വീഡിയോ ചെയ്തിട്ട് നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ എക്കണോമി ആൻഡ് എക്കണോമിക്സിലേക്ക് പോവാം. എന്താണ് എക്കണോമി എന്ന് പറയുന്നത്? എക്കണോമി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നോക്കുക, നമുക്ക് കുറേയധികം ആൾക്കാരെ കാണാം. ഇവർ പല ഗുഡ്സും സർവീസൊക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവർ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും അവർ ഗുഡ്സിൻ്റെ കാര്യമാണ്, അത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവർ അതിനെ ട്രേഡ് ചെയ്യുന്നുണ്ട്, അവരതിൻ്റെ കൺസപ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമി എന്ന് പറയുന്നത്. നമുക്ക് ബാറ്റർ സിസ്റ്റം എന്താണെന്നറിയാം. പണ്ട് കാലങ്ങളിൽ എന്താ പറയുക, ഈ നാണയങ്ങളും കോയിൻസും കറൻസിയും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൊടുത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന രീതിയാണ് എന്ന് പറയുന്നത് ബാറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ എന്താണ് എക്കണോമി എന്ന് പറയുന്നത്? ഈ ബാറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ എക്കണോമിയുടെ ഒരു രൂപമായിരുന്നു ബാറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ആളുകൾ കാണും, അവർ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അവരതിന് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അവരതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അവരതിന് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അവരതിൻ്റെ കൺസംഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത്രയും പ്രവർത്തനങ്ങളുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം എങ്ങനെയാണോ ഉണ്ടായതെന്ന് നോക്കാം. എക്കണോമിക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ടായത് 2 ഗ്രീക്ക് വേർഡുകൾ ചേർന്നിട്ടാണ്. ഒയ്ക്കോസ് എന്നും നോമോസ് എന്നും പറയുന്ന 2 ഗ്രീക്ക് വേർഡുകൾ ചേർന്നിട്ടാണ് എന്താ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഉണ്ടായത്. അതിൽ ഒയ്ക്കോസ് എന്ന് പറയുന്നത് ഫാമിലി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എന്ന് മീനിങ് വരുന്ന ഒരു ഗ്രീക്ക് വേർഡും നോമോസ് എന്ന് പറയുന്നത് നിയമം അല്ലെങ്കിൽ ലോ എന്ന് മീനിങ് വരുന്ന വേറൊരു വേർഡും ചേർന്നിട്ടാണ് ഒയ്ക്കണോമസ് അഥവാ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഉണ്ടാകുന്നത്. ഇനി എന്താണ് എക്കണോമിക്സ് എന്ന് പറയുക? എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ സ്കേഴ്സിറ്റിയാണ്. അതായത് ഒരു അസംഷനാണ് നമ്മുടെ ജനങ്ങൾക്ക്, ആൾക്കാർക്ക് അവരുടെ നീഡ്സ് ലിമിറ്റ്ലെസ് ആണ്. അവർക്ക് ഇഷ്ടംപോലെ ആവശ്യങ്ങളുണ്ട്, പക്ഷേ ആ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. കുറേ ആവശ്യങ്ങൾ കാണും, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. സ്കേഴ്സിറ്റിയാണ്, സ്കേഴ്സിറ്റിയെ ഭയങ്കര കൂടുതലായിരിക്കും. റിസോഴ്സസ് നമുക്ക് കുറച്ച് കാണും. ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ജോഗ്രഫി എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് ടോട്ടൽ ഭൂമിയുടെ ഒരു 2.4% ആണ്. ടോട്ടൽ ഭൂമി ടോട്ടൽ ലാൻഡിൻ്റെ ഒരു 2.4% ആണ്. എന്നാൽ നമ്മുടെ ജനസംഖ്യ എടുക്കുക, നമ്മുടെ ജനസംഖ്യ ഏകദേശം ഒരു 50% ഓഫ് എന്താണ് വേൾഡ് പോപ്പുലേഷനാണ്. സോ ലോകത്തിലെ 15% ആൾക്കാർ ഈ 2.4% ഒരു ലാൻഡിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ. സോ അവർക്ക് എന്താണ് ലാൻഡ് ലിമിറ്റഡ് ആയിരിക്കും. ഒത്തിരിയധികം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരിയധികം ആൾക്കാർക്ക് ലാൻഡ് ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ സ്കേഴ്സിറ്റി കൂടുന്നതനുസരിച്ച് ആ വസ്തുവിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടും. ഒരു ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ വെള്ളവും നമ്മുടെ വജ്രവും എടുക്കുക, ഡയമണ്ടും എടുക്കുക. ഡയമണ്ട് വളരെ സ്കേഴ്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു വസ്തുവിൻ്റെ സ്കേഴ്സിറ്റി കൂടുന്നതിനനുസരിച്ച് തന്നെ അത് ഭയങ്കര കോസ്റ്റ്ലി ആകും. അത് ഭയങ്കര അതിൻ്റെ വില കൂടിക്കൂടി പോകും.
എന്നാൽ ഒരു വസ്തു നമുക്ക് ഭയങ്കര സുലഭമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ പറയുക തീർത്തും കുറവോ ചിലപ്പോൾ ഫ്രീയോ ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും. ഇനി ആദ്യകാലങ്ങളിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് ടോട്ടലി ബേസ്ഡ് ഓൺ വെൽത്താണ്. അറ്റ് എനി കോസ്റ്റ് ക്രിയേഷൻ ഓഫ് വെൽത്താണ് ആദ്യകാലങ്ങളിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്ത് ചെയ്തിട്ട് ആരെയും കുഴപ്പമില്ല, ആരെ കൊന്നിട്ടായാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അവിടെ സോഷ്യൽ വെൽഫെയറോ പോവർട്ടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുസ്നെറ്റ്സ് കർവ് എന്താണ് പറയുന്നത് വെച്ചാൽ, കുസ്നെറ്റ്സ് കർവ് എന്ന് പറയുന്നത് ഒരു പ്രദേശമുണ്ടെന്ന് വിചാരിക്കുക, അവിടെ പുതുതായിട്ടൊരു ഫാക്ടറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഫാക്ടറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യമേ അവിടുത്തെ വെൽത്ത് പയ്യെ കൂടാൻ വേണ്ടി തുടങ്ങും. കാരണം ഫാക്ടറി വന്നു, അവിടെ പ്രൊഡക്ഷൻസ് ഉണ്ടാകും, പ്രൊഡക്ഷൻസ് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ കയറ്റുമതി ഉണ്ടാകും, അങ്ങനെ അവിടെ പണം വന്ന് കൂടാൻ തുടങ്ങും. സോ അവിടുത്തെ ഇൻകം കൂടാൻ തുടങ്ങും. ഇൻകം കൂടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, അവിടെ ഇൻഇക്വാലിറ്റി റൈസ് ചെയ്യാൻ തുടങ്ങും. അതായത് പോവർട്ടി അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, പോവർട്ടി കൂടുന്നുണ്ടായിരിക്കാം, ബാലവേല കൂടുന്നുണ്ടായിരിക്കാം, സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം, കഠിനമായിട്ട് ജോലി ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഇൻഇക്വാലിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നൊരു സിറ്റുവേഷനിലേക്ക്. പക്ഷേ അറ്റ് സാച്ചുറേഷൻ പോയിന്റിലെത്തും. അതൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തുന്ന സമയത്ത് അപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ സാച്ചുറേഷൻ പോയിന്റിലെത്തി കഴിയുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂടും. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂടുകയും ടാക്സ് ആയിട്ടും അങ്ങനെ പല തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂടുകയും എന്താ പറയുക, ഡെമോക്രസി ഭയങ്കരമായിട്ട് ഒന്നും കൂടി നല്ല രീതിയിലേക്ക് വരാനും തുടങ്ങും. സോ ആ ഒരു സ്റ്റേജ് വെച്ച് ഈ പാവങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും പോവർട്ടിക്കും സോഷ്യൽ വെൽഫെയറിനുമായിട്ട് ഒത്തിരിയധികം സ്കീംസ് ഗവൺമെൻറ് കൊണ്ടുവരികയും അങ്ങനെ ഇൻഇക്വാലിറ്റി റിഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻഇക്വാലിറ്റി കുറഞ്ഞ് വീണ്ടും ഒരു ഫ്രം ദ ബിഗിനിങ് ആ ഒരു രീതിയിലേക്ക് അവിടെ എത്തും. ഇതാണ് കുസ്നെറ്റ് കർവ് എന്ന് പറയുന്നത്. കുസ്നെറ്റ് കർവ് എപ്പോഴും ഒരു ഇൻവേർട്ടഡ് യു ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞത് ട്രേഡ് ഓഫ് ആണ്. ഈ ട്രേഡ് ഓഫ് എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2018 ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കോമഡിറ്റി നമ്മുടെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0 ആകുമോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇഗ്നോർ ചെയ്യപ്പെടുമോ, അങ്ങനെ ചോദിച്ചുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസർ എന്താണെന്ന് വരുന്നത് ഞാൻ അവസാനം പറയാം. സോ എന്താണ് ട്രേഡ് ഓഫ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ കയ്യിലൊരു 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ 1 ലക്ഷം രൂപ പല കാര്യങ്ങളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അത് നമുക്ക് ബാങ്കിൽ കൊണ്ട് FD ആയിട്ടിടാം. നമ്മൾ ഈ ബാങ്കിൽ കൊണ്ട് FD ആയിട്ടിടുവാണെങ്കിൽ നമുക്കത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മൾ ബാങ്കിൽ FD ആയിട്ടിടുന്ന സമയത്തേക്ക് നമുക്കതിന് ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് ഈ കിട്ടുന്ന ഇൻട്രസ്റ്റാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കുറേ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അവർക്ക് ചോയ്സസ് ഉണ്ട്. അവരൊരു ചോയ്സസിനെ എടുത്തിട്ട് വേറൊരു ചോയ്സസിനെ മാറ്റുന്ന സമയത്ത് രണ്ട് ചോയ്സും കൂടെ അവർക്ക് ഒരുമിച്ച്, 2 പോളിസിയും കൂടെ അവർക്ക് ഒരുമിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒന്നിനെ അവർക്ക് മാറ്റിയിട്ട് മാത്രമേ വേറൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ഗവൺമെൻറ്റിന് ഇപ്പോൾ RBIനെ സംബന്ധിച്ച് RBIക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം, പക്ഷേ ഗവൺമെൻറ്റിന് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണം. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന മണി സപ്ലൈ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പോവർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യണം, സബ്സിഡൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ നടക്കണം. ഇത് രണ്ടും എന്താ പറയുക ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ പറയുക ഒറ്റയടിക്ക് സാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല, രണ്ടും ഒരുമിച്ച് എന്താ പറയണേ. അപ്പം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ഒരുമിച്ച് സാധിക്കത്തില്ല, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നടക്കുകയുള്ളൂ അവിടെ. അതിനെയാണ് ഈ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പം ആൾക്കാരുടെ വെൽഫെയറിന് മുന്നോട്ട് കൊടുത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ആൾക്കാർ പോവർട്ടിയാവും. കൺസെപ്റ്റ് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടും കൂടി ഒരുമിച്ച് സാധിക്കുകയില്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അറ്റ് എ സെയിം ടൈം നടക്കത്തുള്ളൂ. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ പോവർട്ടി എന്ത് ചെയ്യും, കൂടും. ഇപ്പോൾ പോവർട്ടി കൂടുന്ന അത് മാറ്റുവാണെങ്കിൽ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ സോ അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒത്തിരിയധികം എന്തെങ്കിലുമൊക്കെ ഇതിന് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ബെറ്റർ ഞാനത് വരുന്ന അപ്കമിങ് വീഡിയോസിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു
നേരത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. സോ നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2018. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം ഫ്രീ ആയിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന സമയത്ത് അവിടെ ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യും. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒന്നല്ല ബോറോ ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് ആരിലേക്കായിരിക്കും പോകുന്നത്? ടാക്സ് പേയേഴ്സിലായിരിക്കും അതിൻ്റെ ബർഡൻ ചെല്ലുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ടാക്സ് പേയേഴ്സ് അതിൻ്റെ ബർഡൻ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളതായിട്ട് വരും. സോ അതാണ് അതിൻ്റെ ആൻസർ വരിക എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത പോർഷൻസ് ആയിട്ടുള്ള മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, മീസോ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ എക്കണോമി, ലിബറൽ ആൻഡ് നിയോ ലിബറൽ എക്കണോമിക്സ്, ഇത്രയും നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.